സംസ്ഥാനത്ത് കാലവർഷം ശക്തമാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തി. സാങ്കേതിക സർവകലാശാലയുടെ ഇന്ന് നടക്കേണ്ട പരീക്ഷകൾ മാറ്റിവെച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ദേവൻ എംപിയും കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയും ചേരുന്നുണ്ട്. ആദ്യം ദേവനിലേക്ക്. ദേവൻ, കനത്ത മഴയാണ് ഇന്നിപ്പോൾ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. രാവിലെ ഞാൻ ഓഫീസിലേക്ക് വരുന്ന വഴി കാണാനാവാത്ത മട്ടിലുള്ള മഴയായിരുന്നു. വിട്ടുവിട്ടാണ് പക്ഷേ മഴ പെയ്യുന്നതെങ്കിലും മഴ ശക്തമായി നിലനിൽക്കുന്നുണ്ട് എന്ന് ഉറപ്പാണ്. എന്താണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പുകൾ? ഹർഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്കുള്ളൊരു സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. പ്രത്യേകിച്ചും വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴ വരും ദിവസങ്ങളിലും അടുത്ത മണിക്കൂറുകളിലും ലഭിക്കും. കണ്ണൂർ, കാസർഗോഡ്, ഒപ്പം തന്നെ കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മലയോര മേഖലയിലുള്ള ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു കനത്ത മഴ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഇടുക്കിയിലൂടെയുള്ള രാത്രി യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് ജില്ലാ ഭരണകൂടം ഉത്തരവിറക്കിയിട്ടുണ്ടായിരുന്നു. സമാനമായ രീതിയിൽ തിരുവനന്തപുരത്ത് പൊന്മുടി ഇക്കോ ടൂറിസത്തിലേക്കുള്ള ടൂറിസ്റ്റുകളുടെ പ്രവേശനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മണ്ണിടിച്ചിൽ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് അത്തരമൊരു നീക്കം ജില്ലാ ഭരണകൂടം നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് മറ്റ് ഈ ശക്തമായ മഴയോടൊപ്പം തന്നെ ശക്തമായ കാറ്റ് വീശാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം ആദ്യഘട്ടത്തിൽ തന്നെ കാലവർഷം തുടങ്ങിയപ്പോൾ തന്നെ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് ജൂൺ 9-ാം തീയതി വരെയും സംസ്ഥാനത്ത് മണിക്കൂറിൽ 40 കിലോമീറ്റർ മുതൽ 60 കിലോമീറ്റർ വരെ ശക്തമായ രീതിയിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. മറ്റൊന്ന്, ഇന്ന് സാങ്കേതിക സർവകലാശാല നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റിവെച്ചിട്ടുണ്ട് ഈ മഴയുടെ സാഹചര്യത്തിൽ. അത്തരത്തിൽ സംസ്ഥാന വ്യാപകമായി തന്നെ വലിയ രീതിയിൽ അല്ലെങ്കിൽ ശക്തമായ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ്. പല മേഖലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ ലഭിക്കും. അത് ചില മേഖലകളിൽ അതായത് ചില മേഖലകളിൽ 2 മണിക്കൂർ 3 മണിക്കൂർ മാത്രം നീണ്ടു നിൽക്കുന്ന തരത്തിലായിരിക്കും മഴ പെയ്യുക. പക്ഷേ അപ്പോഴും ആ ഒരു മഴയുടെ കാഠിന്യം വളരെ വലുതായിരിക്കും. തെക്കൻ ജില്ലകളിലും ഇന്ന് രാവിലെ മുതൽ തന്നെ മഴ ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും തലസ്ഥാനത്ത് ഇപ്പോൾ രാവിലെ തന്നെ മഴ ആരംഭിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസവും രാത്രിയിലും വലിയ രീതിയിൽ മഴ ലഭിച്ചിട്ടുണ്ടായിരുന്നു. മറ്റൊന്ന്, ഈ എൽനിനോ പ്രതിഭാസം, പസഫിക് സമുദ്രത്തിന് മുകളിൽ എൽനിനോ പ്രതിഭാസം നിലനിൽക്കുന്നതിനാൽ കാലവർഷം അധികകാലം നീണ്ടു നിൽക്കുന്നില്ല. അല്ലെങ്കിൽ ജൂൺ മാസത്തിലെ കാലവർഷം മുൻ വർഷങ്ങളിൽ നിന്നും ദുർബലമാകുമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. അത്തരത്തിൽ ജൂൺ മാസത്തിൽ ലഭിക്കേണ്ട മഴയുടെ അളവിൽ വലിയ രീതിയിൽ കുറവുണ്ടാകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കടുത്ത ഈ ജലദൗർലഭ്യത്തിലേക്കും ഒപ്പം തന്നെ വൈദ്യുതി ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിലുമെല്ലാം തന്നെ വലിയ പ്രതിസന്ധി ഭാവിയിൽ നേരിടുമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി, അതൊരു കടുത്ത മുന്നറിയിപ്പ് തന്നെയാണ്, ജാഗ്രത പാലിക്കേണ്ട കാര്യം തന്നെയാണ്. അത്തരം ഒരു മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. നിലവിലേതായാലും സംസ്ഥാനത്ത് അടുത്ത മണിക്കൂറിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിലും ഒപ്പം തന്നെ മുഴുവൻ മേഖലകളിലും വലിയ ശക്തമായ മഴ ലഭിക്കും. പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ ലഭിക്കും. അതുകൊണ്ട് തന്നെ മലയോര മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പായി നൽകുന്നത്. ഹർഷൻ, കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി കൂടി ചേരുന്നുണ്ട്. സഹിൻ, മധ്യകേരളത്തിൽ എന്താണ് അവസ്ഥ? ഹർഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ മുതൽ ശക്തമായ മഴ പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മഴയ്ക്ക് അല്പം ശമനം വന്നിട്ടുണ്ടെങ്കിലും കാർമേഘം കാര്യമായി തന്നെ ഉണ്ട്. കാര്യമായ മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതേണ്ടത്. മാത്രമല്ല, ചിലയിടങ്ങളിലൊക്കെ ഈ നേരത്തെ ദേവനൊക്കെ സൂചിപ്പിച്ചതുപോലെ മലയോര പ്രദേശങ്ങളിൽ കാര്യമായി തന്നെ മഴ ബാധിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലും അതായത് വീടുകൾക്ക് അടക്കം കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മരങ്ങൾ കടപുഴകി വീണിട്ടുമുണ്ട്. മറ്റൊന്ന്, കൊച്ചിയിൽ ഒരു വെസ്റ്റ് നൈൽ പനി മൂലം ഒരാൾ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. പനി ബാധിച്ചുള്ള മരണവും ഒപ്പം തന്നെ പനി ബാധിക്കുന്നവരുടെ എണ്ണവും കൂടി വരികയാണ്. പ്രത്യേകിച്ച് വെസ്റ്റ് നൈൽ പനി ബാധിച്ച് മരണപ്പെട്ടത് ഒരു 70 വയസ്സുകാരനാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലായിരുന്നു മരണം. അങ്ങനെ ആശങ്കപ്പെടേണ്ട കാര്യങ്ങളും കൂടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ മഴയുടെ സാഹചര്യത്തിലുള്ളത്. ഹർഷൻ, ദേവനും സഹിൻ ആന്റണിയുമാണ് മഴ സംബന്ധിച്ച റിപ്പോർട്ട് നൽകിയത്. കനത്ത മഴ എല്ലായിടത്തും തുടരുകയാണ്. എല്ലാവരും വേണ്ട കരുതൽ പാലിക്കണം, ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്.